ഷമീം ഷമീം എവിടെ എന്തായി എവിടം വരെ ആയി ആ ഓക്കെ. പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങള് നിങ്ങൾ ചെയ്തിട്ടുള്ളതായിരുന്നു കമ്പനി കോൺഫിഗറേഷൻ. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് രണ്ട് റിപ്പോർട്ട് വേണം. ഒന്ന് നിങ്ങളുടെ DRC കമ്പനിയുടെ എല്ലാ കോഡുകളും അതൊന്ന് വൃത്തിയിൽ എഴുതുക. എക്സൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോഴും നിങ്ങളോട് ആരെങ്കിലും ഒരു ഇൻഫോർമേഷൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുന്നതിനേക്കാളും നല്ലത്, കുറച്ചും കൂടി നല്ലത് ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമ്മളുടെ കയ്യക്ഷരം നമ്മൾക്ക് തന്നെ ചിലപ്പോൾ വായിക്കാനായിട്ട് പറ്റൂല. അപ്പോ അതേ അവസ്ഥ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൊക്കെ ഗൂഗിളിന്റെ ആപ്പ് ഉണ്ടാവും, ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലൊക്കെ ഇതേപോലെ ഒരു കോഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വൃത്തിയിൽ നിങ്ങൾക്ക് ഇത് കാര്യം കിട്ടും. അപ്പോ എനിക്ക് വേണ്ടത് ഇതേപോലെ നിങ്ങളുടെ കോഡുകൾ സമ്മറൈസ് ചെയ്തിട്ട് ഇത് DDRCയുടെ കോഡ്, ഇത് പ്രൈമസ് ടെക് സിസ്റ്റത്തിന്റെ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സമ്മറൈസ് ചെയ്ത് എനിക്കൊന്ന് മെയിൽ ചെയ്ത് തരണം. ഒരു റെക്കോർഡിങ്ങിൽ വെക്കാനായിട്ടാണ് നിങ്ങൾ ചെയ്ത കമ്പനിയുടെ കോൺഫിഗറേഷൻ എന്നുള്ള രീതിയിൽ. അതായത് നിങ്ങൾ ചെയ്യുന്ന കമ്പനിയുടെ കോഡ് നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡാറ്റ ആയിട്ടിരിക്കുന്നത് വെക്കാനായിട്ടാണ് മെയിൽ ചെയ്ത ഇടം. അപ്പൊ എന്റെ മെയില് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ സമാധാനമായിട്ട് ആ ഒരു പ്രൈവസിയും കൂടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ഡാറ്റാസും ഒന്ന് അയച്ചിടാം. അങ്ങനെ നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും ഒരു വർക്കിംഗ് കമ്പനി ഉണ്ട്. DDRC എന്ന് പറഞ്ഞൊരു കമ്പനിയെങ്കിലും എല്ലാവർക്കും ഉണ്ട്. സെക്കൻഡ് കമ്പനി പ്രൈമസ് നിങ്ങളൊരു പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യാം. ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് FSP0 എന്നുള്ള T കോഡായിരുന്നു. ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയിലുള്ള ലെഡ്ജർ ഗ്രൂപ്പുകൾ ആണ് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തത്. അതാണ് ലെഡ്ജർ, അതായത് അക്കൗണ്ടുകളെ തരംതിരിക്കാനുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ലെഡ്ജർ ഗ്രൂപ്പ്. 8 ലെഡ്ജർ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ് ജൂൺ 4. ജൂൺ 4 ഇലക്ഷന്റെ റിസൾട്ട് എന്തായി? ആരെങ്കിലും കണ്ടിരുന്നോ? വോട്ടിംഗ് എന്തായാലും സെൻട്രൽ ഗവൺമെന്റിൽ BJP തന്നെ ആയിരിക്കും അല്ലേ? ആകാനാണ് സാധ്യത. ഓക്കെ, സ്ക്രീനിലേക്ക് ഒന്ന് നോക്കി. ഇതൊന്ന് ബുക്കിലേക്ക് എഴുതാം. ക്രിയേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് എഴുതാം. FS00 അതാണ് T കോഡ്. These are the accounts that we will be using to record creation of ledger accounts. ഈ അക്കൗണ്ടുകളായിരിക്കും നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്.
ഓക്കെ, അപ്പോ FS00 ആണ് ടി കോഡ്. അത് 0 ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എഴുതാം. ഇനി നമ്മൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ട അക്കൗണ്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചധികം അക്കൗണ്ടുകളും ചെലവുകളും വരവുകളൊക്കെ നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവും. ഇതിനൊക്കെ ലെഡ്ജർ അക്കൗണ്ട്സ് എന്നായിരിക്കും നമ്മുടെ കമ്പനിയിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് following are the accounts to be created. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട വരുന്ന അക്കൗണ്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർച്ചേസ് മുതൽ ക്യാഷ് വരെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അങ്ങനെ ഉണ്ടാക്കിയതുപോലെ ഇന്നിപ്പോ ക്രിയേറ്റ് ചെയ്യേണ്ടത് വേറൊരു ടി കോഡാണ് FS00. നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നതും FS00 ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ ആയിരിക്കും. ഇനി നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നിങ്ങൾക്ക് ആദ്യം യൂസ് ചെയ്യേണ്ട ടി കോഡും FS00 ആയിരിക്കും. ലെഡ്ജർ പുതിയ ഏതെങ്കിലും ഒരു അക്കൗണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പോയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇതെല്ലാം ഒന്ന് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ പെർച്ചേസ് മുതൽ കാരേജ് ഇൻവേർഡ് വരെ ഫാക്ടറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. അങ്ങനെയുള്ള ചെലവിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ SAPയിലും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ടാലിയിലും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പിന്നെ അതിലൊക്കെ ഇതിനൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെ ആയിരിക്കും പറയുന്നത്. ഇങ്ങനെ പ്രൊഡക്ഷൻ, അതായത് ഫാക്ടറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ചെലവുകളൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പൊ കാരേജ് ഇൻവേർഡ് വരെ ഡയറക്റ്റ് എക്സ്പെൻസിൽ വെക്കാം. ഇനി അതിന്റെ താഴെ സാലറി മുതൽ ഓഡിറ്റ് ഫീ, റിപ്പയർ, ഡിപ്രീസിയേഷൻ വരെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചെലവുകളാണ്. അതായത് സാലറി, ഓഫീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് എക്സ്പെൻസസ്. അങ്ങനെയുള്ള എക്സ്പെൻസിനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ മുകളിലത്തെ പർച്ചേസ് മുതൽ കാരേജ് ഇൻവേർഡ് വരെ ഡയറക്റ്റ് എക്സ്പെൻസ്, സാലറി മുതൽ ഈ ഒരു ഡിപ്രീസിയേഷൻ വരെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി ഇതിന്റെ താഴെ സെയിൽസ് എന്ന് പറഞ്ഞ കാര്യം കിടപ്പുണ്ട്. സെയിൽസ് റിട്ടേൺ, അത് രണ്ടും ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളാണ്. ഓക്കെ, അപ്പോ ഡയറക്റ്റ് ഇൻകം, ബിസിനസിന്റെ പ്രധാന ഇൻകം എന്നുള്ള രീതിയിൽ ടാലി പോലുള്ള ചില സോഫ്റ്റ്വെയറിൽ സെയിൽസിന് വേണ്ടി പ്രത്യേക അക്കൗണ്ട് ഉണ്ട്, അല്ലെ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ SAPയിൽ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പിന്റെ അണ്ടറിൽ സെയിൽസിന് വെച്ചാൽ മതി. അതായത് ബിസിനസ്സിൽ ഡയറക്റ്റ് കിട്ടുന്ന വരുമാനം, അതായത് പ്രധാന വർക്കിലൂടെ കിട്ടുന്ന വരുമാനം, അതുകൊണ്ട് ഡയറക്റ്റ് ഇൻകം എന്നുള്ള ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വെക്കാം. ഇനി ഇതിന്റെ താഴെ റെന്റ് റിസീവ്ഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് കിടപ്പുണ്ട്. അതൊക്കെ ഇൻഡയറക്ട്ലി കിട്ടുന്ന വരുമാനം എന്നുള്ള ക്ലാസിഫിക്കേഷനിലൊക്കെ. അതായത് കച്ചവടം നടത്തുക ബിസിനസിന്റെ പ്രധാന ഉദ്ദേശത്തിലൂടെ കിട്ടുന്ന വരുമാനം ഡയറക്റ്റ് ഇൻകം. അല്ലാത്ത വരുമാനങ്ങളൊക്കെ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് റെന്റിലൂടെ കിട്ടുന്ന വരുമാനം ബിസിനസിന്റെ പ്രധാന ഉദ്ദേശത്തിലൂടെ കിട്ടുന്നതല്ല, ഇൻഡയറക്ട്ലി കിട്ടുന്നതാണ് എന്നുള്ള ഒരു അസംഷനിലാണ്. അപ്പോൾ അതിനെയൊക്കെ ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ വെക്കാം. ഇനി താഴെ ക്യാപിറ്റൽ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഇക്വിറ്റിയുടെ അണ്ടറിൽ വെക്കാം. So
സോ ഇക്വിറ്റി ലോൺ എന്ന് പറയുന്നത് ഇതിലുള്ള പോലെ തന്നെ കറണ്ട് ലൈബിലിറ്റി, കാരണം പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കറണ്ട് ലൈബിലിറ്റി എന്നായിരിക്കും പറയുന്നത്. ഇനി ക്യാഷ് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അസറ്റാണ്, അതുകൊണ്ട് കറണ്ട് അസറ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷനിലായിരിക്കും ക്യാഷ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും ക്ലാസിഫിക്കേഷൻസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ഇതൊക്കെ വരുന്നതെന്ന് എഴുതി തന്നിട്ടുണ്ട്. അതായത് പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ്, സാലറി മുതൽ ഡിപ്രീസിയേഷൻ വരെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, സെയിൽസ് ഡയറക്റ്റ് ഇൻകം, പിന്നെ റെന്റ് മുതൽ കമ്മീഷൻ വരെ ഇൻഡയറക്റ്റ് ഇൻകം, ക്യാപിറ്റൽ ഇക്വിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ലോണ്, കറണ്ട് ലയബിലിറ്റി, ക്യാഷ്, കറണ്ട് അസറ്റ്. ആ രീതിയിൽ വേണം നിങ്ങൾ SIP ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഓരോ കാര്യവും ക്രിയേറ്റ് ചെയ്യുന്നതിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിയേഷൻ ഓഫ് ലെഡ്ജർ ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് ഏതാന്ന് നോക്കുക. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസിന്റെ താഴെ ലെഡ്ജർ ഉണ്ടാക്കുന്നത് എങ്ങനെ? ഓക്കെ, ഇതിനായിട്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇനി ലോഗിൻ ചെയ്തിട്ട് FS00 എന്നുള്ളതാണ് ടി കോഡ്. ഇനി കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും സിസ്റ്റത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ഈ സ്ക്രീനിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ സെറ്റിങ്സ് ഇങ്ങനെ മാറിക്കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ആദ്യം വന്ന സ്ക്രീൻ എന്ന് പറയുന്നത് ഇങ്ങനെ സൈഡിലോട്ടുള്ള ഒരു സ്ക്രീൻ ആയിരുന്നു. അതാണ് ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഉണ്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ. കോഡ് ടൈപ്പ് ചെയ്ത് കമ്പനി കോഡോ അല്ലെങ്കിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ആവും. ആ സ്ക്രീനിന്റെ ഇടത്തെ സൈഡിലുള്ള ഭാഗമില്ല എന്ന് മാത്രമേ ഉള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനിയിപ്പോ ആ ഒരു സ്ക്രീൻ ഇവിടെ വന്ന് കിടപ്പുണ്ടെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടത്തെ സൈഡിൽ ആ ഒരു പെയിന് കിടക്കും. ഓക്കെ, ആ ക്രിയേറ്റ് ബട്ടൺ ഇവിടേക്ക് മാറും എന്ന് മാത്രമുള്ള ഒരു വ്യത്യാസം. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്, പേജിലുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിലുള്ള ഒരു ലെഡ്ജർ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ ലെഡ്ജർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ OBD4 കൺസൾട്ടന്റ് കോൺഫിഗറേഷൻ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ കൺസൾട്ടന്റ് ഓരോ അക്കൗണ്ടും ഉണ്ടാക്കേണ്ടത് ഏത് കോഡിലാണ് എന്ന് പറഞ്ഞവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മുടെ എല്ലാവരുടെയും കമ്പനിയിൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 4001-നും 4500-നും ഇടയിലുള്ള ഒരു നമ്പറാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിൽ 4001, 4500. Okay, so as per configuration in OBD4, all direct expenses are to be created under the above range. Okay, 4001, 4500 ഇതിന്റെ ഇടയിലുള്ള ഒരു കോഡ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ആണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്.
പർച്ചേസ് അക്കൗണ്ടിന് കൊടുക്കാൻ പറ്റിയ കോഡ് ഞാനിവിടെ 4001 എന്നുള്ള കോഡാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അക്കൗണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ ഇതുപോലെ ക്രിയേറ്റിൽ പോവാം. ഏത് കോഡാണോ കൊടുക്കുന്നത് 4001 ആണ് ഇപ്പൊ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കമ്പനി കോഡാണ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ സിറ്റുവേഷനിൽ, അതായത് ഇന്നലെ നിങ്ങൾ ചെയ്തപ്പോൾ FSP0, അതില് സിസ്റ്റം ചോദിക്കുന്നത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ്. രണ്ട് വിൻഡോ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് FSP0. ഓക്കെ, ഇത് FSP0. ഇതിൽ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം ചോദിക്കുന്നത് കോഡും ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള കാര്യമാണ്. ഇനി നമ്മളിപ്പോ വന്നിട്ടുള്ളത് FS00. ഇതിൽ ചോദിക്കുന്നത് GL അക്കൗണ്ടിന്റെ കോഡും കമ്പനിയുടെ കോഡുമാണ്. ഓക്കെ, അപ്പോ അതൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ ഹലോ, ആ കേട്ടോ. ഏത് ടാലിയുടെ ആണോ? ടാലിയുടെ മോക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അത് മോക്ക് അറ്റൻഡ് ചെയ്തോ? മാക്സിമം മോക്ക് അറ്റൻഡ് ചെയ്തിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും? ഓക്കെ, കാരണം മോക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് എടുക്കാം. ഓക്കെ, കഴിഞ്ഞിട്ട് മെസ്സേജ് ഇട്ടാം. അതിന് സ്ക്രീൻ ഒന്ന് നോക്കി. ഇവിടുത്തെ അപ്പൊ മേജർ വ്യത്യാസം കമ്പനി കോഡ്, ഇതാണ് വ്യത്യാസം. അപ്പൊ നിങ്ങളുടെ കമ്പനി കോഡ് ഏതാണ്? കമ്പനി കോഡിന്റെ പേരെന്താണ്? എറണാകുളം എന്നല്ലേ? ഓക്കെ, DDRC അഖിലസ് മെയിൻ കമ്പനി, എറണാകുളം കമ്പനി കോഡ്. ഇനി രണ്ടാമത്തെ കമ്പനി ആണെങ്കിൽ പ്രൈമസ് ടെക് സിസ്റ്റം മെയിൻ കമ്പനി, പ്രൈമസ് പൂനെ നിങ്ങളുടെ കമ്പനി കോഡ്. ഓക്കെ, അപ്പൊ ഇവിടെ കമ്പനി കോഡ് കൊടുക്കണം, GL അക്കൗണ്ട് കൊടുക്കണം. സോ ഞാനിവിടെ കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4001, സോ 4001. ഇനി കമ്പനി കോഡ് എന്റെ DDLB എന്ന് പറഞ്ഞ കോഡാണ്, അതുകൊണ്ട് അതങ്ങനെ കൊടുത്തു. ഇവിടെ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനി കോഡ്, നിങ്ങളുടെ കമ്പനി കോഡ് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. സ്വന്തം കമ്പനി കോഡ് കൊടുക്കുക. ഇനി ഇവിടെ സൈഡിൽ വേറെ ആരുടെയെങ്കിലും കമ്പനി കോഡൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. സാധാരണ ലെഡ്ജർ ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നം, നിങ്ങളെല്ലാം ID ഷെയർ ചെയ്തിട്ടാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത് വല്ലവന്റെയും കമ്പനിയിലേക്ക് പോകരുത്. സ്വന്തം കമ്പനി തന്നെയാണോ എന്ന് ഉറപ്പിക്കുക. അങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് ചിലപ്പോ നിങ്ങൾ നോക്കുമ്പോ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ കമ്പനിയിൽ ചിലപ്പോ ഒരു 2-3 പർച്ചേസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാവും. അതിന് കാരണം വേറെ ആർക്കോ മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളുടെ കമ്പനി കോഡ് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്റർ കീ പ്രസ് ചെയ്യാം. ഇവിടെ ഒരു ബ്ലാങ്ക് പേജ് വരും. ഓക്കെ, പ്രസ് എന്റർ. ഓക്കെ, എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞ ഗ്രൂപ്പ് ക്രിയേഷനിൽ നമ്മൾ ഒരു പേജ് മാത്രം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ 3 പേജ് ഫില്ല് ചെയ്യണം. ഫസ്റ്റ് ഇതാണ് അക്കൗണ്ട് ഗ്രൂപ്പ്. അക്കൗണ്ട് ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഏത് ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് കോഡ് വരുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം സമ്മതിക്കില്ല. കാരണം അതിന്റെ സീരീസ് 2501-നും 3000-നും ഇടയിലാണ് എന്നാണ് OBD4 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ OBD4 സെറ്റിംഗ് എന്താണോ അതിനനുസരിച്ചുള്ള ഒരു കോഡ് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മളെല്ലാവരും ഒരേ രീതിയിലുള്ള കോഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എറർ വരുന്ന പ്രശ്നമില്ല. ഇവിടെ കൊടുക്കുന്ന അക്കൗണ്ട് ഗ്രൂപ്പ് അപ്പോ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇനി എക്സ്പെൻസുകളെല്ലാനും പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് വരുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുക്കുക. ഷോർട്ട് ടെക്സ്റ്റ്, ഓക്കെ, പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ട് ആണ് വേണ്ടത്. സോ പർച്ചേസ് അക്കൗണ്ട് എന്ന പേര് കൊടുത്തു. അത് തന്നെ ലോങ് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുക. താഴെ ട്രേഡിംഗ് പാർട്ട്ണർ എന്നുള്ള ഒരു ഫീൽഡ് കിടപ്പുണ്ട്. അവിടെ നിങ്ങളുടെ DDRC അഖിലസിന്റെ കോഡ്, എന്റെ DDLB തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഗ്രൂപ്പ് ചാർട്ട് ക്രിയേറ്റ് ചെയ്തപ്പോ കൊടുത്തിരുന്നത്.
അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ സ്ക്രീൻഷോട്ട് ഇതായിരുന്നു, ഇന്നലെ ജൂൺ 3. അപ്പൊ ആ സ്ക്രീൻഷോട്ടിൽ നോക്കി, അസറ്റ്, കറണ്ട് അസറ്റ്, പിന്നെ ട്രേഡിംഗ് പാർട്ണർ, ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ വന്ന ഈ ഒരു വിൻഡോയില് എക്സ്ട്രാ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അക്കൗണ്ട് നമ്പർ എന്നുള്ള ഒരു ഫീൽഡും കൂടി സിസ്റ്റം ചോദിക്കും. ഈ ഗ്രൂപ്പ് അക്കൗണ്ട് നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത, കഷ്ടപ്പെട്ട് കുറച്ച് 3-4-8 ക്രിയേറ്റ് ചെയ്തല്ല, അതിന്റെ കോഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് ഈ ഒരു, അതായത് ഇങ്ങനെ ഒരു വിൻഡോ വരും. സെർച്ച് ചെയ്യുമ്പോൾ ഈ സൈഡിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഈ വിൻഡോയില് വേറെ ഏതെങ്കിലും ടാബുകളൊക്കെ ഇങ്ങനെ മാറിയായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അങ്ങനെ മാറി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഈ ഒരു വിൻഡോ ആണ്. GL അക്കൗണ്ട് ഇൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഈ ഒരു വിൻഡോ സെലക്ട് ചെയ്യാം. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിടുന്നുണ്ട്. ഗ്രൂപ്പ് അക്കൗണ്ട് നമ്പറിൽ സ്പെസിഫൈ ഡയറക്റ്റ് എക്സ്പെൻസ് ഗ്രൂപ്പ് ക്രിയേറ്റഡ് യെസ്റ്റർഡേ. ഇന്നലെ ഉണ്ടാക്കിയ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ ഗ്രൂപ്പ് കോഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ടാബ് തന്നെ സെലക്ട് ചെയ്യണം. വേറെ ടാബുകളൊക്കെ വന്ന് കിടക്കുകയാണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതായത് ഈ ഒരു ടാബ് GL അക്കൗണ്ട് നമ്പർ ഇൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഉള്ള ടാബ് ആണെങ്കിൽ അതെടുക്കുമ്പോൾ തന്നെ കണ്ടോ, ഓൾറെഡി എന്റെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിന്റെ കോഡ് അതിന്റെ അകത്ത് ഫില്ലായിട്ട് കിടപ്പുണ്ട്. DDLG എന്ന് പറയുന്നതാണ് എന്റെ ഗ്രൂപ്പിന്റെ കോഡ്. അപ്പോ വേറെ ഓപ്ഷനൊക്കെയാണ് വന്ന് കിടക്കുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ കമ്പനി കോഡൊക്കെയാണ് വന്ന് കിടക്കുന്നതെങ്കിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കണ്ട ബ്ലാങ്ക് ആണ്, ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോ GL അക്കൗണ്ട് ഇൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഈ ഒരു ടാബ് തന്നെയാണോ സെലക്ട് ആയി കിടക്കുന്നതെന്ന് കൺഫേം ചെയ്യാം. അങ്ങനെ കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത് കോഡൊക്കെ കൊടുത്ത് വെച്ചിട്ടുള്ള അക്കൗണ്ട് ഗ്രൂപ്പുകൾ കാണാൻ പറ്റും. ഇവിടെ നിന്ന് മാറിപ്പോവരുത്. ഡയറക്റ്റ് എക്സ്പെൻസ്, ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് അക്കൗണ്ട് ഗ്രൂപ്പിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ താഴെയും ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെ കൊടുക്കുക. അങ്ങനെ എളുപ്പമാണ്, നോക്കിയിട്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസിന്റെ കാര്യമാണ്. അപ്പോൾ ഇവിടെ മുകളിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ താഴെ ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കാം. ഓക്കെ, ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ പേജ് വന്നത്. നെക്സ്റ്റ് എടുക്കേണ്ടത് ചൂസ് കൺട്രോൾ ഡാറ്റ ടാബ്. ഓരോ സോഫ്റ്റ്വെയറിലും ഓരോ ഭാഗത്തിന് ഓരോ പേരുകളാണ്. അതായത് ഇങ്ങനെയുള്ള ഭാഗത്തിനെയാണ് ചില സോഫ്റ്റ്വെയറുകളിലെ ടാബുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ സെക്ഷനുകൾ ടാബ്സ് എന്ന് പറയും. നെക്സ്റ്റ് ഇനി കൺട്രോൾ ഡാറ്റ എന്നുള്ള ടാബിലാണ് പോകേണ്ടത്. കൺട്രോൾ ഡാറ്റയിൽ പോവാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ടിക്ക് കൊടുക്കുക. ഇത് ടിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഡ്ജറിന്റെ റിപ്പോർട്ട് കാണാൻ പറ്റൂല. അതായത് ഇവിടെ ആ ഒരു ലൈൻ ഐറ്റം ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. ഇത് ടിക്ക് ചെയ്യാം. ഇനി എന്തുകൊണ്ടാണ് ടിക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തിനാണ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിപ്പോർട്ട് കിട്ടാനായിട്ട്. ഇപ്പൊ ഓൾറെഡി ഈ കമ്പനിയിൽ, ഈ ഒരു സെർവറിൽ ഞാൻ പല അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പൊ ഒരു കമ്പനിയുടെ അക്കൗണ്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോ ഇവിടെ പെർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്യണം. അതിന്റെ റിപ്പോർട്ട് എടുക്കാനായിട്ടാണ് ഞാനിപ്പോ ഈ ഒരു പേജിൽ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കമ്പനിയിൽ ആകെ നടത്തിയ പെർച്ചേസ് എത്രയാണ് എന്ന് സിസ്റ്റം എനിക്ക് കാണിച്ചു തരും. അതായത് ഇവിടെ 30-ാം തീയതി ഒരു 2 പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജൂൺ 3-ന് ഒരു പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 50,000 രൂപയുടെ സാധനങ്ങൾ എന്റെ കമ്പനിയിൽ മേടിച്ചു എന്ന് റിപ്പോർട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്.
ഇങ്ങനെ റിപ്പോർട്ടിൽ കാണണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടാണ് ഈ റിപ്പോർട്ടിനെയാണ് സിവിൽ ലൈൻ ഐറ്റം എന്ന് പറയുന്നത്. അതായത് ഇവിടെ വേണ്ട മുകളിലത്തെ പേര് നോക്കാം, ലൈൻ ഐറ്റം ഡിസ്പ്ലേ എന്നാണ് അതിന് പറയുന്നത്. അപ്പോ റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിന്റെ സമ്മറി കാണണമെന്നുണ്ടെങ്കിലാണ് ഈ ഒരു ലൈൻ ഐറ്റം ഡിസ്പ്ലേ ടിക്ക് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് കാണാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതങ്ങനെ എഡിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ മറന്നാലും പിന്നീട് വൈസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ നല്ല പണിയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ താഴെ സോർട്ട് കീ എന്ന് പറഞ്ഞൊരു കാര്യം കൂടി കിടപ്പുണ്ട്. ഈ സോർട്ട് കീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാം. നമ്മൾ ഈ റിപ്പോർട്ടിൽ എടുക്കുമ്പോൾ, അതായത് ഇപ്പോൾ എന്റെ റിപ്പോർട്ടിൽ ഇതിങ്ങനെ ഒരു ഡേറ്റ് വൈസ് ആയിട്ടാണ് കാണുന്നത്. ഏറ്റവും ആദ്യം ഉണ്ടായ കാര്യം 30 മെയ് കഴിഞ്ഞിട്ടാണ്, പിന്നെ മെയ്യിലെ കാര്യം കഴിഞ്ഞിട്ടാണ് ജൂണിലെ കാര്യം വന്നത്. ഒരു ഓർഡറിലായിട്ട് ഇങ്ങനെ വന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ടിൽ എങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യണം? നോർമലി ഞാൻ കൊടുക്കാറുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പോസ്റ്റിംഗ് ഡേറ്റ് ആണ്. ഡേറ്റ് വൈസ് ഓർഡറിൽ വരാനായിട്ടാണ്. അതാണ് കുറച്ചും കൂടി കാണുമ്പോൾ എളുപ്പം. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. കുറച്ചും കൂടി നല്ല ഇതാണ് പോസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ അടിക്കും. ഇനി നിങ്ങളൊരു കമ്പനിയിൽ പോകുമ്പോൾ ഇതൊക്കെ ആരെങ്കിലും ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങളായിട്ടൊരു ലെഡ്ജർ ഉണ്ടാക്കുന്ന സമയത്ത് ഏത് കോഡാണ് കൊടുക്കേണ്ടതെന്ന് കമ്പനിയിലെ നിങ്ങൾക്ക് ടോപ്പിലുള്ള ആൾ ആരാണോ അവര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു സ്ഥലത്ത് ഈ ഒരു കോഡാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഇപ്പൊ തൽക്കാലം ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് നമ്മുടെ റിപ്പോർട്ടിലെല്ലാം ഡേറ്റ് വൈസ് ഇൻഫോർമേഷൻ കണ്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് 001 എന്നുള്ളൊരു കോഡൊന്നും കൊടുത്തിടാം. ഈ ഒരു പേജിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ പേജും കംപ്ലീറ്റ് ആയി. ഇതിലപ്പോ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് മെയിൻ ആയിട്ടും. ഇതാണ് ലൈൻ ഐറ്റം ഡിസ്പ്ലേ എന്ന് പറയുന്ന കാര്യം. അങ്ങനെ കൺട്രോൾ ഡാറ്റ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാബ് ഇതാണ്, ക്രിയേറ്റ് ബാങ്ക് ഓർ ഇൻട്രസ്റ്റ്. ഇത് മൗസ് വെച്ച് തന്നെ ക്ലിക്ക് ചെയ്യേണ്ട വരും. എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോവില്ല. മൗസ് വെച്ച് തന്നെ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ബാങ്ക് /ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബിലേക്ക് പോകും. ഇനി ഈ ഫീൽഡുകളൊന്നും ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ജസ്റ്റ് ഞാൻ ഈ ഒരു ടാബ് ഫില്ല് ചെയ്തില്ല, അത് ഫില്ല് ചെയ്യാതെയാണ് ഞാനിപ്പോ സേവ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഒരു എറർ വരും. അതായത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ 3 ടാബുകൾ മിനിമം നമ്മൾ ഫില്ല് ചെയ്യണം എന്നാണ്. നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട് പേടിക്കേണ്ടതും ഞെട്ടേണ്ടതും കാര്യമില്ല. വായിച്ചു നോക്കുക എന്താണ് മേക്ക് ആൻ എൻട്രി ഇൻ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്. അത് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എറർ ഉള്ളതുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റില്ല. എറർ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അപ്പോ ഇവിടെ ക്രിയേറ്റ് ബാങ്ക് ഓർ ഇൻട്രസ്റ്റിൽ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണ് ഈ സൈഡിൽ കാണുന്ന ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് G001 എന്നുള്ളൊരു കോഡാണ് ഇതിന്റെ അകത്ത് കൊടുക്കേണ്ടത് എന്നിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, G001 ആണ് കൊടുക്കേണ്ടത് ഇതിന്റെ അകത്ത്. ഇനി നെക്സ്റ്റ് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവര് ഇതേപോലെ തന്നെ കോഡ് കൊടുക്കാൻ പറയും. ഓക്കെ, നിങ്ങൾ ആ കോഡ് തന്നെ കൊടുത്തിട്ടാൽ മതി. ഇനിയിപ്പോ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ G001 കൊടുക്കുന്നത് ചിന്തിച്ചു നോക്കാം. അതായത് ഇതിന്റെ പേര് ഫീൽഡ് സ്റ്റാറ്റസ് എന്നാണ്. അപ്പോ ഈ പേര് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ചെയ്ത ഒരു സെറ്റിംഗ് ഉണ്ടായിരുന്നു, ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിംഗ്. നിങ്ങളുടെ കമ്പനി കോൺഫിഗറേഷന്റെ നോട്ട് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും ഒരു OBC4 എന്നുള്ള ഒരു ഡി കോഡ് കിടപ്പുണ്ടാവും. അതാണ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ്. OBC4 ഓക്കെ, ഇതിൽ ഈ 9ാമത്തെ സ്റ്റെപ്പ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് OBC4 ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ G001 എന്നുള്ള കോഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി G001 കോഡ് എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ OBC4 എന്ന് പറഞ്ഞ ടി കോഡിലാണ് ആ ഒരു ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റിലെ G001 എന്നുള്ള സെറ്റിംഗ് ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് OBC4ലാണ്. അതില് എന്റെ DDLB എന്ന് പറഞ്ഞ കോഡ് സെർച്ച്
കഴിയുമ്പോൾ DDRCയുടെ ഫീൽഡ് സ്റ്റാറ്റസ് കാണാം. ഇതിന്റെ അകത്തും ഒരു G001 എന്നുള്ളൊരു കോഡ് കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ G001 ഉള്ളത് കൊണ്ടാണ് നമ്മൾ ലെഡ്ജർ ഉണ്ടാക്കുമ്പോഴും G001 എന്നുള്ള കോഡ് കൊടുക്കുന്നത്. ഇനി ഇത് മനസ്സിലാക്കിയില്ലെങ്കിലും തൽക്കാലം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ അക്കൗണ്ടും ഉപയോഗിക്കുമ്പോൾ ഓരോ ഡോക്യുമെന്റിലായിരിക്കും ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ ആവശ്യമാണ്, ചില കാര്യങ്ങൾ ആവശ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സെറ്റിങ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് വരാനായിട്ടാണ്, അതായത് ഫീൽഡുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സുകൾ ഏതൊക്കെ ഫില്ല് ചെയ്യണം ഏതൊക്കെ ഫില്ല് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നതാണ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ്. അപ്പോ അങ്ങനെ ഒരു സെറ്റിംഗ് വരാനായിട്ടാണ് നമ്മളിവിടെ G001 എന്നുള്ള കോഡ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഈ G001 മാത്രം കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് ആണ്. ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യുക. Ctrl+S പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെഡ്ജർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇവിടെ ഇപ്പോ കാണുന്ന TTMF എന്ന് പറഞ്ഞ കമ്പനിയുടെ കോഡുകളാണ്. ഇപ്പോ എന്റെ കമ്പനി കോഡ് എന്ന് പറഞ്ഞാൽ DDLB ആണ്. ഇവിടെ ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ള കമ്പനി കോഡ് വേറെയാണ്. അതുകൊണ്ടാണ് കുറെ ലെഡ്ജറുകൾ ഇങ്ങനെ കാണുന്നത്. നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം ഇതേപോലെ ഓരോ ഫോൾഡറിന്റെ അകത്ത് ഇങ്ങനെ ഓരോ അക്കൗണ്ടുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഫസ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിലുള്ള കാര്യം ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം. സിമിലർലി ക്രിയേറ്റ് അതർ ലെഡ്ജേഴ്സ് അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതേപോലെ ബാക്കി ലെഡ്ജർ ഡയറക്റ്റ് എക്സ്പെൻസിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോ ആദ്യം 4001 ക്രിയേറ്റ് ചെയ്ത് ഇനിയിപ്പോ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4002 ഡയറക്റ്റ് എക്സ്പെൻസ്, പേര് പർച്ചേസ്, റിട്ടേൺ, DDLB. ഇനി ഗ്രൂപ്പ് അക്കൗണ്ട് നമ്പറും ഒന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ ഇപ്പൊ കമ്പനി കോഡാണ്. ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പേജ് നേരത്തെ ചെയ്ത പോലെ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൺട്രോൾ ഡാറ്റയിൽ പോവാം. ലൈൻ ഐറ്റം ഡിസ്പ്ലേ, സോർട്ട് കീ, ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ്, ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്, സേവ്. അതായത് പെട്ടെന്ന് ചെയ്തു പോകാനായിട്ട് പറ്റും. ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തത് വേഗം ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോ ചെയ്യുമ്പോൾ കുറച്ച് സാവകാശം സമയം എടുത്ത് ഇതൊക്കെ എന്താണ് ഓരോ ഓപ്ഷൻസും ചൂസ് ചെയ്ത് പോവാം, മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോ 2 അക്കൗണ്ട് ഇവിടെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ഇവിടെ ചേഞ്ച് കമ്പനി കോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ യൂസ് ചെയ്തത് ചേഞ്ച് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ബട്ടണാണ്. സെയിം കളറും സിമ്പലൊക്കെ ആയിരുന്നു. ഇവിടെ FS00 ചേഞ്ച് കമ്പനി കോഡ് എന്നായിരിക്കും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ DDLB കമ്പനി കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് 2 എണ്ണം മാത്രം ക്രിയേറ്റ് ചെയ്തതുള്ളൂ, അതുകൊണ്ട് 2 എണ്ണം മാത്രം കാണാം. ഓക്കെ, അപ്പോ ഡയറക്റ്റ് എക്സ്പെൻസ് ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ് അടുത്തത് ഏതാണെന്ന് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്രിയേഷൻ ഓഫ് ലെഡ്ജർ അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിലുള്ള ലെഡ്ജർ ക്രിയേഷൻ. ആദ്യം ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ കോഡ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ കോഡ്.
OBD4 ഈ സെറ്റിംഗ് ഉള്ളത്. OBD4 പോലെ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും 4501-നും 5000-നും ഇടയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ 4501 ഇവിടെ ക്രിയേറ്റിൽ പോവാ. 4501. ഇനി കമ്പനി കോഡ് സെയിം കോഡ് തന്നെ കൊടുക്കാം. എന്റർ. ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അതായത് അക്കൗണ്ട് ഗ്രൂപ്പ് കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഗ്രൂപ്പ് കൊടുക്കാം. അതായത് ഇപ്പോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ എറർ വരുള്ളൂ. മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആക്കിയാൽ മതി. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആക്കാം. ഇനി പേര് ഇപ്പൊ സാലറി എന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ സാലറി. ട്രേഡിംഗ് പാർട്ണർ കൊടുത്തു. ഇനി ഗ്രൂപ്പ് അക്കൗണ്ട് നമ്പറും ഒന്ന് സെർച്ച് ചെയ്യാം. മുകളിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കൊടുത്തെങ്കിൽ ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ അക്കൗണ്ട് ഗ്രൂപ്പിന്റെ പേരും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെ ആയിരിക്കണം. മാറിപ്പോവാൻ പാടില്ല രണ്ടും. FSP0 ക്രിയേറ്റ് ചെയ്ത കോഡും സെയിം തന്നെ ആയിരിക്കണം. ഓക്കെ. ഇനി കൺട്രോൾ ഡാറ്റയിൽ പോകുമ്പോൾ ലൈൻ ഐറ്റം ഡിസ്പ്ലേ, സോർട്ട് കീ, ക്രിയേറ്റ് ബാങ്ക് ഓർ ഇൻട്രസ്റ്റിൽ G001. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ള ശരിക്കും പറഞ്ഞ ഒരു ലെഡ്ജർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിൽ സാലറി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഏകദേശം കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. കോഡ് കൊടുക്കുന്ന സ്റ്റെപ്പിൽ മാത്രമേ എറർ വരുള്ളൂ. കോഡ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലെഡ്ജർ ക്രിയേഷൻ അവിടെ കംപ്ലീറ്റ് ആവും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന്റെ അകത്തുള്ള കോഡുകൾ ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ക്രിയേഷൻ അവിടെ തീരും. ഇനി ഇതേപോലെ തന്നെ ക്രിയേറ്റ് അതർ ലെഡ്ജേഴ്സ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ബാക്കി ലെഡ്ജറുകളും ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇനി ഉണ്ടാക്കേണ്ടത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ് ഇൻകത്തിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. Creation of ledgers under direct income. ഓക്കെ. ഡയറക്റ്റ് ഇൻകത്തിന്റെ താഴെ ഉള്ള ലെഡ്ജർ. ആദ്യം ലെഡ്ജർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലെഡ്ജറിന്റെ കോഡ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതാണ് ഡയറക്റ്റ് ഇൻകത്തിന്റെ കോഡ്. 5001-നും 5500-നും ഇടയിലാണ് ഡയറക്റ്റ് ഇൻകം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ കോൺഫിഗറേഷൻ ഒക്കെ വരുന്നത് OBD4 തന്നെയാണ്. OBD4 അനുസരിച്ച് എല്ലാ ഡയറക്റ്റ് ഇൻകവും $5001-നും 5500-നും ഇടയിൽ വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സോ ഇവിടെ ക്രിയേറ്റിൽ പോയി 5001 കോഡ് കൊടുത്തു. സോ ടെക്നിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഡാറ്റ എൻട്രി എന്നും കൂടി പറയുന്നത്. അത്ര തലച്ചോറ് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് കോഡുകൾ കൊടുക്കുന്നു, ഡാറ്റ ഫില്ല് ചെയ്യുന്നു. അതായത് ഇനിയിപ്പോ ഡയറക്റ്റ് ഇൻകം ആണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ഇൻകം സെലക്ട് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്, സെയിൽസ്. പിന്നെ ഇവിടെ മാത്രം ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കാം. ഡയറക്റ്റ് ഇൻകം. ഓക്കെ. അപ്പോ ഫസ്റ്റ് പേജ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പേജിൽ പോവാം. അവിടെ ലൈൻ ഐറ്റം ഡിസ്പ്ലേ, സോർട്ട് കീ,
ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഇൻകത്തിന്റെ അണ്ടറിൽ സെയിൽസ് ആയി. ഇതേപോലെ തന്നെ ബാക്കിയുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. ലെഡ്ജേഴ്സ് അണ്ടർ ഡയറക്റ്റ് ഇൻകം. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇൻകത്തിന്റെ അണ്ടറിൽ സെയിൽസും ഉണ്ടാക്കണം, സെയിൽസ് റിട്ടേൺ എന്നുള്ള അക്കൗണ്ടും ഉണ്ടാക്കണം. ഞാനിപ്പോ ജസ്റ്റ് ഒരെണ്ണം വെച്ച് ക്രിയേറ്റ് ചെയ്ത് പോകുന്നു. ഇനി നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ഇൻകത്തിന്റെ അണ്ടറിൽ ഉണ്ടാക്കണം. ഡയറക്റ്റ് ഇൻകം, ക്രിയേഷൻ ഓഫ് ലെഡ്ജേഴ്സ് അണ്ടർ ഇൻഡയറക്റ്റ്. ഇനി ഇൻഡയറക്റ്റ് ഇൻകത്തിന്റെ കോഡ് എന്താണെന്ന് നോക്കാം. 5501. ഓക്കെ, അപ്പോ BD4 അനുസരിച്ച് എല്ലാ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇൻകവും 5501 കോഡിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്രിയേറ്റിൽ പോവാ 5501 കോഡ് ആഡ് ചെയ്യാം. ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകം. ഓക്കെ, റെന്റ് റെസിപ്റ്റ്. ഓക്കെ, ഇനി സ്ക്രീൻ ജസ്റ്റ് നോക്കിയേ. അതായത് ഇത്രയും നേരം നിങ്ങൾ ഇത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് സിറ്റുവേഷൻ മുതൽ കാര്യങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് ഇനിയിപ്പോ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇക്വിറ്റി എന്നുള്ള ഗ്രൂപ്പിന്റെ അണ്ടറിലാണ്. ഇനി ഇക്വിറ്റി, കറന്റ് ലയബിലിറ്റി, കറന്റ് അസറ്റ്, ഈ മൂന്ന് കാര്യങ്ങളും വേറൊരു റിപ്പോർട്ടിലാണ് വരുന്നത്. ബാലൻസ് ഷീറ്റ് എന്നുള്ള റിപ്പോർട്ടിലാണ് വരുന്നത്. സോ ബാലൻസ് ഷീറ്റ് അക്കൗണ്ടുകൾ ലോക്കൽ കറൻസിയിൽ വെക്കണം എന്ന് SAP ഒരു റൂൾ ഉണ്ട്. അതുകൊണ്ട് അത് ടിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വാർണിംഗ് വരും. ജസ്റ്റ് ഇപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കാം. അതായത് ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇക്വിറ്റിയുടെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത ഹെഡിങ് നമുക്ക് ഇങ്ങനെ എഴുതാം, ക്രിയേഷൻ ഓഫ് ലെഡ്ജേഴ്സ് അണ്ടർ ഇക്വിറ്റി. ഇനിയിപ്പോ താഴത്തേക്ക് പോകെ പോകെ ഞാനിപ്പോ സേവ് ചെയ്യാനായിട്ട് എഴുതിയിട്ടില്ല. സേവ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കി സേവ് ചെയ്യാം. സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വീണ്ടും പോയി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇക്വിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇക്വിറ്റിയുടെ നമ്പർ നോക്കാം, 3000ഉം 3500. സോറി, 3001 to 3500.
അപ്പൊ 3001 എന്നുള്ള കോഡാണ്. സോ ഇവിടെ 3001 എന്നുള്ള കോഡ് കൊടുത്തു. കമ്പനി കോഡ് DDLB തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്റർ. ഫസ്റ്റ് പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അക്കൗണ്ട് ഗ്രൂപ്പ് കൊടുക്കണം. അക്കൗണ്ട് ഗ്രൂപ്പ് കറക്റ്റ് ആയിട്ട് ഇക്വിറ്റി തന്നെ ആഡ് ചെയ്യാം. ഇവിടെ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഓക്കെ. സോ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഇനി ഷോർട്ട് ടെക്സ്റ്റില് ക്യാപിറ്റൽ എന്നുള്ള പേരായിരിക്കും ഇക്വിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ. ഇനി ട്രേഡിംഗ് പാർട്ണർ DDLB. ഗ്രൂപ്പ് അക്കൗണ്ട് നമ്പറും മുകളിൽ ഇക്വിറ്റി ആണെങ്കിൽ താഴെയും ഇക്വിറ്റി ഗ്രൂപ്പ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ടൈപ്പ് ഡിസ്ക്രിപ്ഷൻ ടാബ് കഴിഞ്ഞ് നെക്സ്റ്റ് കൺട്രോൾ ഡാറ്റയിൽ പോകുമ്പോൾ ഇവിടെ ഉള്ള ഒരു വ്യത്യാസം ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് ആക്കിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അതായത് ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് തന്നെ ആക്കി കൊടുക്കുക. നെക്സ്റ്റ് കൺട്രോൾ ഡാറ്റയിലേക്ക് പോകുമ്പോഴാണ് വേറൊരു വ്യത്യാസം. ഇവിടെ ഒരു ഓൺലി ബാലൻസ് ഇൻ ലോക്കൽ കറൻസി എന്നുള്ളൊരു ബോക്സ് എടുപ്പുണ്ട്. അതൊന്ന് ടിക്ക് ചെയ്തിട്ടേക്കാം. അത് ടിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളൊരു പ്രശ്നം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഇപ്പൊ ഇത് ടിക്ക് ചെയ്തുള്ള ഓക്കെ. ഇത് ടിക്ക് ചെയ്യാതെ ഇപ്പോ സേവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇങ്ങനെ ഒരു വാണിംഗ് വരും. വാണിംഗ് മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യുക എന്ന് സിസ്റ്റം പറയും. അതായത് ബാലൻസ് ഷീറ്റിൽ വരുന്ന കാര്യങ്ങളെ നിങ്ങളുടെ കമ്പനിയുടെ ലോക്കൽ കറൻസി, നിങ്ങളുടെ കമ്പനി ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ആയിരിക്കും, ദുബായിലാണെങ്കിൽ ദിർഹം ആയിരിക്കും. അപ്പോൾ ആ ഒരു കറൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം SAP ഒരു നിർബന്ധം പറയും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഇത് ടിക്ക് ചെയ്തിടാം. ഇത് ടിക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും പറയില്ല. പിന്നെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഓക്കെ. അപ്പോൾ ആ ഡാറ്റയും സേവ്ഡ് ആയി. അങ്ങനെ ഇക്വിറ്റി ആയി. നെക്സ്റ്റ് നമുക്കുള്ളത് കറണ്ട് ലയബിലിറ്റി, കറണ്ട് അസറ്റ് ഇതിന്റെ പോലെയാണ്. സോ കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഏകദേശം മനസ്സിലായില്ല. കോഡ് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ റേഞ്ച് മാത്രം ഇപ്പൊ ഞാൻ ബാക്കി സ്ക്രീൻഷോട്ടിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ക്രിയേഷൻ ഓഫ് ലെഡ്ജർ അണ്ടർ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ്സ്. കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ 3501 4000 അങ്ങനെ പറഞ്ഞൊരു കോഡാണ്. ഈ കോഡിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാം. കറണ്ട് അസറ്റ് ആണെങ്കിൽ 2501 3000 അതിന്റെ ഇടയിലുള്ള കാര്യം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ബാക്കിയുള്ള സ്റ്റെപ്പ് ഒക്കെ സിമിലർ ആണ്. കറണ്ട് ലയബിലിറ്റി ഓക്കെ. ബാക്കി സ്റ്റെപ്സ് എല്ലാം അതർ സ്റ്റെപ്സ് ആർ സിമിലർ ടു ഇക്വിറ്റി.
ഇക്വിറ്റിയിൽ ചെയ്ത പോലെ തന്നെ ബാലൻസ് ഷീറ്റ് ആക്കി വെക്കുക, ഉള്ളി ബാലൻസ് ലോക്കൽ കറൻസി ആക്കി വെക്കുക. അതോടെ ഈ പറഞ്ഞ കറണ്ട് ലൈബിലിറ്റിയിലുള്ള കാര്യം ക്രിയേറ്റ് ആവും, കറണ്ട് അസറ്റിലെ കാര്യങ്ങളും ക്രിയേറ്റ് ആവും. അപ്പൊ നിങ്ങളുടെ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അക്കൗണ്ടുകൾ ഇന്ന് നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാക്കണം. എല്ലാം ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ ഏതൊക്കെ അക്കൗണ്ടുകളാണ് ഉണ്ടാക്കേണ്ടത്, അതിന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇവിടെ സൈഡിൽ എഴുതി തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏത് കോഡിന്റെ അണ്ടറിലാണ് ഉണ്ടാക്കേണ്ടതെന്നും ഈ സ്ക്രീൻഷോട്ടിലുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം. ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് എടുത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോയിൽ വന്നിട്ട് ഇവിടെ ചേഞ്ച് കമ്പനി കോഡ് എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ടാവും. ആ ചേഞ്ച് കമ്പനി കോഡ് എടുക്കാം. നിങ്ങളുടെ കമ്പനി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഫോൾഡർ കാണാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാം ക്രിയേറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ കമ്പനിയിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തെല്ലാം കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ വേറെ ആരുടെങ്കിലും കമ്പനിയിലേക്കായിരിക്കും പോയിട്ടുള്ളൂ. അപ്പൊ കമ്പനി കോഡൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കോഡ് കൊടുക്കുക. പിന്നെ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഗ്രൂപ്പ് അക്കൗണ്ട് നമ്പർ കൊടുക്കണം. അതൊന്ന് ഇതേപോലെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എടുക്കേണ്ട ടാബ് എന്ന് പറയുന്നത് GL അക്കൗണ്ട് ഇൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഫസ്റ്റ് ടാബ് തന്നെ സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത FSP0 അക്കൗണ്ടുകൾ കാണാൻ പറ്റും. അത് തന്നെ സെലക്ട് ചെയ്യാം. ഇനി ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഏതോ കാര്യമാണ് ഇക്വിറ്റി ആണ് കൊടുക്കുന്നതെങ്കിൽ താഴെയും ഇക്വിറ്റി തന്നെ ആയിരിക്കും കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ മാറിപ്പോകാനുള്ള സിറ്റുവേഷൻസ് കുറവാണ്. ഓക്കെ, അപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് ഐഡിയ കിട്ടിയല്ലോ. ഇനി അപ്പൊ ബാക്കി ലാബിൽ പോയിട്ട് ചെയ്തു നോക്കാം.